Hey guys. തുടക്കാവാൻ തന്നെ ഇട്ട് ഗൈസ്. അപ്പോൾ ഹേ ലോകമെമ്പാടുമുള്ള യൂട്യൂബ് നിവാസികൾക്ക് D2D വ്ളോഗ്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കൾ. നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്തായിരുന്നു? ദോശ, പൂരി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളും പിള്ളേരും ഫുഡൊക്കെ അടിച്ച് സെറ്റാക്കി ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. നമ്മുടെ ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ലൈഫ് അറ്റ് പോവാം. അതായത് നമുക്ക് എന്തും ചെയ്യാം, എവിടെയും പോവാം. നമുക്ക് ബസ്സില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടികളൊക്കെ റെൻ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ അന്വേഷിച്ച് വണ്ടി എടുത്തിട്ട് ഒന്ന് കറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് എത്തട്ടെ. അവിടെ എത്തിയിട്ട് വണ്ടികൾ എന്താണെന്ന് അന്വേഷിച്ചിട്ട് ബാക്കി ഞാൻ വരാം. വണ്ടി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ചിലപ്പോൾ കാറ്, ചിലപ്പോൾ ബൈക്ക്, കിട്ടിയ വണ്ടി എടുത്ത് പോകും. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ റെൻ്റ് എടുക്കേണ്ട ഗൈസ് അന്വേഷിച്ചു. വണ്ടി കിട്ടി. കസീനോ കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടീഷനാണ്, നല്ല പുള്ളിങ്ങാണ്, അറിയാതെ നമ്മുടെ ആർക്കുണ്ട്. അപ്പോൾ ചെറിയ റേറ്റിന് വണ്ടി റെൻറ്റിനെടുത്ത് പിരിവിട്ടങ്ങ് എടുത്ത് 1 ലിറ്റർ പെട്രോൾ അവർ തരും. വണ്ടിയിൽ 1 ലിറ്റർ 850 പെട്രോൾ തന്നു. അപ്പോൾ നമ്മൾ പെട്രോൾ എടുത്തിട്ട് ഫസ്റ്റ് ഒരു ബീച്ചിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് പോകണ വഴിയാണ്. 2 പേര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫൈനലി ഗൈസ് നമ്മൾ അഞ്ചനം ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബീച്ച് തന്നെ, നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ഒത്തിരി രസമുണ്ട്. മറ്റേ ബാഗയിലേക്ക് പോയേക്കാളും ഭയങ്കര ശാന്തത നിറഞ്ഞ സ്ഥലം. കാണിച്ചാൽ പാരാഗ്ലൈഡിങ്ങും സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ബട്ട് നമ്മളൊന്നും ഏരിയക്ക് പോകണില്ല, കാരണം സ്കൂബ ഡൈവിൻ്റെ അടുത്ത് പിന്നെ 12,000 പറഞ്ഞു. നമ്മൾ ആ ഏരിയക്ക് ഉദ്ദേശിക്കണില്ല. ഞാൻ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. തിരിച്ച് റിസോർട്ടിൽ പോയി അവിടെ ഫുഡ് റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും വണ്ടി എടുക്കുക, റിസോർട്ടിലേക്ക് പറക്കാം. ഓക്കെ. അപ്പോൾ ഇനി ബാക്കി റിസോർട്ടിലെത്തി ഫുഡ് അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഷോപ്പിങ്ങിന് ഇറങ്ങണം. കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രീ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വണ്ടി എടുക്കാം. ഓക്കെ, അതാണ് ഫ്രീ ലൈഫ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അടിക്കുക, അതിന് വൈകിട്ട് പൂളിൽ ചാടുക, പിന്നെ DJ. ഇന്ന് നമ്മൾ DJ നടത്താൻ പ്ലാനുണ്ട്. ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി ബാക്കി വണ്ടി എടുത്തിട്ട് പോട്ടെ. ഹേ ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ച് അഞ്ചനം ബീച്ചിൽ പോയിട്ട് ഇപ്പോൾ റൂം തിരിച്ചെത്തിരിക്കണം. ഇനിയിപ്പം നമ്മളടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വരണം. ഫുഡ് വരാണ്ട് വെയിറ്റ് ചെയ്യാം. ഫുഡ് വന്നിട്ട് വേണം ഞാൻ അടുത്തത്. ചിക്കൻ ബിരിയാണിയാണ് നമ്മുടെ മെനുവിലുള്ളത്. അപ്പോൾ ഈ ഫുഡ് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ വേറെ ഒന്നുമില്ല. നമ്മുടെ ഒരു പൂളുണ്ട് പുറത്ത്. ആ പൂളിലേക്ക് അങ്ങെടുത്ത് ചാടുക. 1 മണിക്കൂർ അതിലങ്ങ് ആർമാദിക്കുക, അത്ര തന്നെ. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേഗം ഫ്രീ ലൈഫിലേക്ക് തന്നെ വീണ്ടും റിട്ടേൺ വരും. എന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ DJ പാർട്ടിക്ക് പോകും. DJ പാർട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഇവിടെ തന്നെ റിസോർട്ടിൽ തന്നെ, പിന്നെ കിടന്നുറങ്ങും. ദാറ്റ്സ് ഓൾ. അതാണ് ഷെഡ്യൂൾ മെയിനായിട്ട്. പിന്നെ ആ വണ്ടിയിൽ ഇങ്ങനെ ഫോൺ വെച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ക്യാമറ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ വഴിയിൽ മൊത്തം ചെക്കിംഗ് ആണ്, നമ്മുടെ പോലെയല്ല, ഫുള്ള് ചെക്കിംഗ് ഉണ്ട്. എനിവേ ഇനി ലഞ്ച് വരട്ടെ. ബാക്കി ഇനി ലഞ്ച് വന്ന ശേഷം പൂളിൽ വെച്ച് കാണാം. ഹേ ഗൈസ്. അപ്പോൾ അങ്ങനെ കണ്ണുണ്ട ചോന്ന് ഇതായിട്ടിങ്ങനെ ഞാൻ പൂളിലിറങ്ങി. പൂളിൽ 1 മണിക്കൂറാണ് മതിച്ച് ഫുഡ് അടി കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. പൂളിൽ 1 മണിക്കൂർ കൂട്ട് മതിച്ച് ഇപ്പോൾ കയറി. നമ്മൾ പൂളിലുള്ള ഓവർത്തില്ല, കാരണം വെള്ളം, ഫോൺ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു. ഞങ്ങൾ ജസ്റ്റ് കുളി കഴിഞ്ഞ് വെള്ളത്തിൽ നടക്കി നിന്നിട്ട് ജസ്റ്റ് ഫോൺ വെച്ചിട്ട് സെൽഫി എടുത്ത് ഫോട്ടോ കാണിക്കാം. സെൽഫി എടുത്ത് അവസാനിപ്പിച്ചു. 2 വെള്ളത്തിലിറങ്ങി പോയിട്ടുള്ളൊരു വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 3 മണി, ഏകദേശം 3 മണി. ബൈ ദ വേ ഇന്ന് തൃശ്ശൂർ പൂരം അല്ലേ അവിടെ. അയ്യോ, എൻ്റെ പിള്ളേരൊക്കെ അവിടെ പൂരം അടിച്ചു പൊളിക്കാമെന്ന് ഞാൻ അറിഞ്ഞു. ഓക്കെ, എന്തായാലും എൻ്റെ കൊല്ലത്തെ പൂരം പോയി അടിച്ചു പൊളിക്കുക. അവിടെ പൂരം വരല്ല വരാണ് എപ്പോഴും. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരു രോമാഞ്ച കുഞ്ചലമാണ് തൃശ്ശൂർ പൂരം. എന്താ പറയുക, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ പൂരം. പിന്നെ ഇങ്ങനെ ഒരു ട്രിപ്പ് ഇതിനിടയിൽ വന്നുകൊണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റില്ല. കോർഡിനേറ്റർ ഞാനായതുകൊണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റില്ല. സോ ഇനി അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരം മിസ് ചെയ്യുക. അതൊക്കെ അത് കിട്ടെ. ഞാൻ അടുത്ത കൊല്ലം എന്തായാലും അതിൽ പോകാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 7 മണിക്ക് ഒരു DJ ഉണ്ട്. അത് ഒരു കാസിനോയിലാണ്. അപ്പോൾ ഞാൻ അവിടെ പോകുന്നുണ്ട്. അതിന് മുന്നേ ഒരു 3 മണിക്കൂർ വെറുതെ എടുക്കണ്ട. അപ്പം ഞാൻ നമുക്ക് റെൻ്റ് കിട്ടിയ വണ്ടിയായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഹേ ഗൈസ്. അപ്പോൾ നമ്മൾ നിലവിലെ
പനാജി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ച് എത്തിക്കുന്നത് ഏകദേശം ഒരു 9 കിലോമീറ്റർ അപ്പുറം നമ്മളുള്ള എക്സ്പ്രസ് റിസോർട്ട് മറ്റേ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് 9 കിലോമീറ്റർ അപ്പുറം നമ്മൾ ഇപ്പോൾ അവിടെ വണ്ടി ഓടിച്ച് എത്തിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാം. ഇവിടുത്തെ സൈഡിൽ കാസിനോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ജലഭാവ ഷിപ്പൊക്കെ ഉണ്ട്. നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് ഗൈസ്. ജലഭാവം മുതുക്ക് 2 ബിഗ് ഡാഡി കസിനോ, അതുപോലെ മെജസ്റ്റിക് പ്രൈഡ് കസിനോ എന്ന് പറഞ്ഞിട്ട് 2 ആചാനവും കപ്പലൊക്കെ അവിടെ സൈഡ് കൊണ്ടുപോയിട്ടുണ്ട്. കൊള്ളാം. അതിൻ്റെ റോഡ് കടന്ന് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ച് നേരെ നോക്കട്ടെ, എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തി ഇത് കാണിക്കാം കേട്ടോ. നമ്മൾ മാർക്കറ്റ് ലൈനിൽ കയറിയിട്ടുണ്ട്. ബട്ട് സത്യം പറഞ്ഞെങ്കിൽ തൃശ്ശൂരായിട്ട് തോന്നുന്നു, തൃശ്ശൂർ ജയ് ഹിന്ദ് മാർക്കറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് അതേമാതിരി മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് അത്യാവശ്യം ഫോൺ കടകളാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഗോവയിൽ വന്നിട്ട് ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫോൺ കട കാണുന്നത്. ലൈക്ക് ഫോണിൻ്റെ കവറ് അതുപോലെ സാധനം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കട്ടെ ഇവിടെ എന്തൊക്കെ കിട്ടുന്ന. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ എയർപോർട്ട് കടലിൽ വീണു ഗൈസ്, അടിച്ചു പോയി. എൻ്റെ അതിൻ്റെ ബാറ്ററി ഒലിച്ച് അത് ക്ലോസ്. നമ്മളോട് ഒന്ന് കറങ്ങി കാണട്ടെ എന്താ അവസ്ഥ. നമുക്ക് അകത്ത് വെച്ചിട്ടൊരു പരപ്പനങ്ങാടിക്കാരനെ കിട്ടി. അകത്ത് വെച്ചിട്ടൊരു പരപ്പനങ്ങാടിക്കാരൻ മലയാളി ഒരു കട. ഞാൻ ചെന്നിട്ട് ആളോട് ചോദിച്ചു ഈ സ്വീറ്റ് അതിനെ വെച്ചപ്പോൾ വെറും 110 രൂപയുള്ളൂ. പുള്ളിക്ക് വേഗം മനസ്സിലായി മലയാളി. നമ്മളിവിടെ മാർക്കറ്റ് ചുറ്റി കറക്കിക്കൊണ്ടിരിക്കണം. വീട്ടിലും കുറച്ച് പിള്ളേർക്കും കൂട്ടുകാർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ വീട്ടിൽ പോകുമ്പോൾ. അപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകണം. നമ്മളിനി സമയം ഏകത്താണ്ട് 5 മണിയായി. അത് ഒരു 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ച് ബാഗിലേക്ക് എത്തണം. നമുക്ക് DJ ഉണ്ട് ഇതിനകത്ത്. DJയുടെ ഒരു ഇതൊക്കെ കാണിച്ചു തരാം. DJ ഉണ്ട്. നമുക്ക് പിന്നെ വണ്ടി തിരിച്ച് നാളെ ടൈം പോകാൻ കൊടുക്കാൻ ഉണ്ട്. അതിലൊരു 100 പെട്രോൾ അടിച്ചിട്ടുണ്ട്. SA മലയാളി നമ്മൾ കൊടുത്ത സാധനം തിരിച്ചെടുക്കണമല്ലോ, അത് നോക്കണം. പെട്രോള് വറ്റിക്കാനൊരു ശ്രമമുണ്ട്, നോക്കട്ടെ. എന്തായാലും ഒന്നും ബാക്കി വെച്ച് പോയിരുന്നു. ഇവിടെ ഒന്നും ആർക്കും ബാക്കി വെച്ച് പോകാൻ പാടില്ല. ഞാനാ വണ്ടി ഓടിക്കേണ്ടത്, അതുകൊണ്ട് എനിക്കധികം ക്ലിപ്സ് എടുക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് സത്യം. കുറേ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ റിസോർട്ടിൽ പോകണം കഴിച്ചത്. അപ്പോൾ അതിന് DJയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നമുക്ക് വേഗം 6 മണിക്കുള്ളിൽ അവിടെ റിസോർട്ടിൽ പറഞ്ഞെത്തണം. ഓക്കെ, ഇത്രയധികം സാധനങ്ങളുണ്ട്. എല്ലാം കൂടി വണ്ടിയിൽ കൊള്ളുമെന്ന് ആദ്യം നോക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിനി DJ പാർട്ടിക്ക് പോകും. DJത്തെ വിഷ്വൽസും നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബിഗ് ഡാഡി കസിനോ. അതുപോലെ തൊട്ടപ്പുറത്ത് ഇതാണ് മജസ്റ്റിക് കസിനോ. പണ്ട സാധനം പോലെ സംഭവം. അതിനെ പറ്റിയിട്ടുള്ള ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞായിരുന്നു. ഇവിടെ കയറി കഴിഞ്ഞാൽ പൈസ പോണ വഴിയറിയില്ല. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. പിന്നെയാണ് ഞങ്ങൾ കാണിക്കാൻ വിചാരിച്ചു. ലക്ഷറിയാണ് ഇവിടെ, ഫുള്ള് ലക്ഷറി. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ലക്ഷറി ഇപ്പോൾ അത് അവിടെ ഉണ്ട്. അതായത് ഒരു പഴഞ്ചനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ നല്ല വ്യൂ ആണ് ഇവിടെ. ഇവിടുത്തെ നല്ല ട്രാഫിക് ഉണ്ട്. കാര്യങ്ങൾ ട്രാഫിക്കും നല്ല അടിപൊളി ട്രാഫിക്കാണ്. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനൊന്നും എളുപ്പം പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി ഒരു സെൽഫി എടുക്കട്ടെ. സെൽഫി എടുത്ത് തരാം. ഗൈസ്, കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇതിലത്തെ പാട്ട് ഞാൻ അങ്ങ് എടുത്ത് കളയാണ്. അതിന് പകരം ഒരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് കുത്തിക്കയറ്റാണ്. DJ എന്ന് പറഞ്ഞ ഉഷാർ പരിപാടി. ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നാലും കാശ് മുതലേ. സീൻ DJ എന്ന് പറഞ്ഞാൽ മതി. DJ നിങ്ങൾ കണ്ട പോലെ തന്നെ. ഇനി ഇപ്പോൾ തിരിച്ച് റിസോർട്ടേക്ക് വന്നിട്ടുണ്ട്. തിരിച്ച് റിസോർട്ട് വന്നിട്ട് കഴിഞ്ഞ് ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് അവർ പോകുന്നുണ്ട്. ഞാൻ ചിലപ്പോഴാണ് പോകുള്ളൂ. എനിക്ക് തീരെ വയ്യ, വണ്ടി ഓടിച്ച് മട്ടി. ഞാൻ നോക്കിയിട്ടേ പോകുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്ളോഗ് അവസാനിക്കും. ഗൈസ്, പറഞ്ഞപ്പോൾ നമ്മൾ നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. നൈറ്റ് ലൈഫ് എന്ന് പറയാനൊന്നുമില്ല, നമ്മൾ ഇവിടുത്തെ ഓരോ ഇടവഴികളിലൂടെ നടക്കണം. ഇവിടെ ഫുള്ള് ഇപ്പോൾ പകലായ പോലെ ലൈക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആകെ തിരക്കായ. രാത്രി സമയം 11:30 കഴിയും. എന്നിട്ട് സ്റ്റിൽ ഇവിടെ ഫുള്ള് തിരക്കാണ്, ഫുൾ ആൾക്കാരാണ്. ടൂറിസ്റ്റ് ആയാലും ലോക്കൽസ് ആയാലും അങ്ങനെ. അതിൻ്റെ കൂടെ ഇങ്ങോട്ടാണെന്നോ വിളിക്കാണെന്നോ അറിയാണ്ട് ഞാനും. ഈ നൈറ്റ് ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവിടെ അവസാനിക്കും. അപ്പോൾ കൂടി എഡിറ്റ് ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ വരാണോ അറിയാം. കുറച്ചും കൂടി പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഷോപ്പിംഗ് ഇറങ്ങണം, മേടിക്കണം, പോരണം, റിസോർട്ടിൽ പോകണം. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവസാനിക്കുകയാണ്. വേറെ വിഷയമൊന്നുമില്ല.
ഈ കഴിച്ച അപ്പോൾ നമ്മൾ നൈറ്റ് ലൈഫ് കഴിഞ്ഞിട്ട് എത്തി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള പരിപാടി. ഇന്നിപ്പോൾ അങ്ങനത്തെ രണ്ടാമത്തെ ദിവസം അവസാനിച്ചു. ഓക്കെ, തൃശ്ശൂർ പൂരം അവിടെ ഗ്രാൻഡായിട്ട് ഇറക്കേണ്ടത് പറഞ്ഞു. അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു സന്തോഷം. അപ്പോൾ അത് ഉഷാറാവട്ടെ. നാളെ അതിൻ്റെ ഉപചാരം ചെലിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെയാണല്ലോ. അപ്പോൾ അത് മിസ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള രണ്ടാമത്തെ ദിവസം. അപ്പോൾ പുതിയൊരു വ്ളോഗ് വരെ നെക്സ്റ്റ് വ്ളോഗ് ആയിരിക്കും മിക്കവാറും ലാസ്റ്റ് വ്ളോഗ്. സോ ആ വ്ളോഗ് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊന്നും മറക്കല്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലിൻ്റെ കേസ് അറിയാലോ. അപ്പോൾ അതും. അപ്പോൾ സൈനിങ് ഔട്ട്. ബൈ.